ഹായ് ഹലോ എല്ലാവർക്കും റാണീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചോളപ്പൊടി കൊണ്ടൊരു ഉപ്പുമാവാണ്. ഇത് 70-80 കാലഘട്ടത്തിൽ സ്കൂളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന അതേ ടേസ്റ്റിലൊരു ഉപ്പുമാവാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. കോൺഫ്ലവർ ഉപ്പുമാവ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, 10 ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 1 കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 3 വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഈ കോൺഫ്ലവർ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. ഇത് പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഈ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിപ്പം ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്കിത് മാറ്റാം. ഇനി പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് എടുത്തേക്കുന്നത്. സ്കൂളിലൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന ഡാൽഡയാണ്, അതിന് പകരം ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഇവിടെ എടുക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്, അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്, അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വറ്റൽമുളക് ഇട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പം ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചേക്കുന്ന കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ചൂടുവെള്ളം വേണം ഒഴിക്കാൻ. കുറച്ച് ഒഴിച്ച് ഇങ്ങനെ നന്നായി ഇളക്കി കൊടുക്കാം. കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കണം. നമുക്കിനി ഇത് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒന്ന് വേവാൻ വേണ്ടിയാണ്. നമുക്കിത് റെഡിയായി നോക്കാം. ഇപ്പം റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കട്ടെ. പഴയകാല ഓർമ്മകൾ ഉണർത്തുന്ന ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത റെസിപ്പിയായിട്ട് കാണാം. ബൈ.